ഹലോ നമസ്കാരം. എഞ്ചൽ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മീറ്ററിനെ കുറിച്ചിട്ടാണ്. മീറ്റർ ഇടാതെ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോവാം എന്നൊരു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓട്ടോക്കാരെ കുറിച്ചിട്ട് അറിയുന്നവർ മാത്രമേ ഇത് അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും അറിയാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ മീറ്റർ ഇട്ട് ഓടിക്കുക. നമ്മളൊക്കെ ഈ പഞ്ചായത്ത് പെർമിറ്റിൽ ഓടുന്ന ഓട്ടോക്കാർ എന്താ ചെയ്യുക അതിനെ കുറിച്ചിട്ടപ്പോൾ? കാരണം മുനിസിപ്പാലിറ്റി ഉള്ളവർക്കാണെങ്കിൽ മീറ്റർ ഓക്കെയാണ്. കാരണം അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരേപോലെയാണ്. നമ്മളങ്ങനെയല്ല. നമുക്ക് 30 രൂപയുടെ ഒരു ഓട്ടം കിട്ടിയിട്ട് നമ്മൾ റിട്ടേൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 വണ്ടി 30 വണ്ടിയുടെ ബാക്കിൽ കിടക്കണം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. ഓട്ടോക്കാരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് സംസാരിക്കാനൊന്നും ഒരു നിയമവും ഇല്ല, ആരുമില്ല. ഓട്ടോക്കാരെന്നും പ്രശ്നക്കാരാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ എനിക്ക് വേണ്ടിയിട്ട് ആണ് സംസാരിക്കുന്നത്. അതുപോലെ എന്നെപ്പോലത്തെ ഓട്ടോ ഓടിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ് ഇത്. കാരണം നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് പ്രശ്നങ്ങളാണ് ഓട്ടോക്കാർക്ക്. എന്നാൽ ഓട്ടോക്കാർക്കില്ലാത്ത പേരില്ല. പക്ഷേ എന്തൊരു ഉപകാരത്തിനും ഓട്ടോക്കാർ വേണം. അത് മനസ്സിലാക്കുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. ഓട്ടോക്കാരനെ നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നവർ ഉണ്ട്. പക്ഷേ എന്നാൽ വേറെ കുറച്ച് ഒരു വിഭാഗമുണ്ട്. പിന്നെ 30 രൂപയുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ 40 രൂപ പിടിച്ചു, വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഈ വെയിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ നമ്മളൊരു വെയിറ്റിംഗ് ചാർജായിട്ട് 20 30 രൂപ നിങ്ങളുടെ അടുത്ത് കൂടുതൽ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ ഇടയിൽ ഒരു മാസം മുന്നേ എൻ്റെ സ്റ്റാൻഡിൽ, എൻ്റെ ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. എൻ്റെ സ്റ്റാൻഡിലൊരു സംഭവം ഉണ്ടായി. എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് വെറും ഒരു 100-200 മീറ്റർ അപ്പുറത്താണ് ഒരു കുഞ്ഞൻ മെഡിക്കൽ എന്ന് പറയുന്നൊരു മെഡിക്കലുള്ളത്. ആ മെഡിക്കൽ ഷോപ്പിൽ പോകണം, അവിടുന്ന് മരുന്ന് മേടിക്കണം, വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനവിടെ കൊണ്ടുപോയി വിടാം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്നിട്ട് തന്നെ നമ്മുടെ ചങ്ങരകുളം പോലീസിനെ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഓട്ടം പോയില്ലെങ്കിൽ അതെങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഓട്ടം പോയില്ല എന്ന് പറഞ്ഞില്ല. ഓട്ടം നമ്മൾ പോയില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് തെറ്റുള്ളൂ. പക്ഷെ ഒരു ഓട്ടം പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയാണ്. നമ്മൾ ഓട്ടം വിളിച്ച് പോയില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. പക്ഷെ വെയിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞാൽ 1 മണിക്കാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് 1:15 ഓട്ടം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതൊരു പ്രശ്നമാക്കി അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പക്ഷേ നമ്മൾ പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ മീറ്ററിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും പഞ്ചായത്ത് പെർമിറ്റിൽ ഓടുന്നവർക്ക് ഒരിക്കലും മീറ്റർ ഒരിക്കലും ശരിയാവില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അത് അറിയണ കാര്യമാണ്. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വെച്ചു, ഞാൻ അരി മേടിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന്. അത്രയും ധൈര്യമായിരുന്നു അത്ര ഓട്ടോ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. കാരണം ഉറപ്പാണ് എന്തെങ്കിലും ഓട്ടോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാനൊക്കെ ഒരു ദിവസം 500 രൂപയ്ക്ക് ഓടി ദിവസം മറന്നു. ഓട്ടോ ഇല്ല, നാട്ടിലില്ല, സ്റ്റാൻഡിലില്ല. ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഓട്ടോക്കാരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഫോണിപ്പോൾ വീഴും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടിയിട്ട് ഞാൻ പറയാൻ വന്നതാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കാതിരിക്കുക ഓട്ടോക്കാരെ കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഉപകാരികളാണ്. നമ്മളെ വേറൊരു കണ്ണിൽ കാണരുത്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും കൂടിയിട്ട് പറഞ്ഞത്, ഡ്രൈവേഴ്സിനും കൂടിയിട്ട് പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. നമുക്ക് വീണ്ടും കാണാം കേട്ടോ.